ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആളിങ്ങനെ വന്നപ്പോൾ ഈ ഒരാൾ ഒരു അപ്പനപ്പൻ്റെ മകളും കൂടി എൻ്റെ അടുത്ത് വരുന്നു. ഈ കൊച്ചിന് വലിയ പ്രായമൊന്നുമില്ല, 10-16 വയസ്സ് 10-17 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ പുള്ളി വലിയ ബിസിനസ്സുകാരൻ. അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വെറുതെ കാണാൻ വന്ന. അപ്പോൾ അത് ഒരു വേറെ ആൾ വഴിയാണ് വരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ചു. അപ്പം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ മകളെക്കുറിച്ച് ഒരു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. മകൾക്കൊരു തെറ്റായ ബന്ധമുണ്ട്, ആ കൊച്ചിനെ അത് രക്ഷപ്പെടുത്തണം നീ പറഞ്ഞു. അപ്പോൾ ഈ ദൈവം അതിലിരിക്കുന്നുണ്ട്, നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഇത് കുട്ടിയെ കണ്ട് ഒന്നും തോന്നിയില്ല. കുട്ടികൾ നല്ല മിടുക്കിയായ ഒരു കൊച്ച്, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കൊച്ച്. അപ്പോൾ ഇത് പറഞ്ഞ് സംസാരിച്ച് ചെയ്യാനപ്പോൾ ഞാൻ ഈ അപ്പനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളോടൊന്നും ഞാൻ ഒരു സെക്കൻഡ് സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല പറഞ്ഞു. എൻ്റെ ഈശോ ഒരു കാര്യം പറയാൻ കൊച്ചോട് ചോദിക്കാമല്ലോ, നിങ്ങൾ എൻ്റെ ഈ മുറിയുടെ ഈ പിച്ച സൈഡിലോട്ട് അപ്പനോട് നിങ്ങൾ ഇവിടെ നിന്നു, ഞാൻ കൊച്ചിനോട് അങ്ങോട്ട് മാറി ജസ്റ്റ് മോളെ ഞാൻ പറയാൻ പോകുന്നു തെറ്റിപ്പോകുന്നതിനോട് ക്ഷമിച്ചേക്കണം. അപ്പം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, വിഷമം തോന്നരുത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഈശോ പെട്ടെന്ന് കൊച്ചു കരയാന്നോ. ഞാൻ പറഞ്ഞു സോറി. അല്ല അച്ഛൻ പറഞ്ഞു ശരിയാ മനസ്സിലാണ് വലിയ തിന്മയ്ക്ക്. ഞാൻ പറഞ്ഞു മോൾ എവിടെയും പോയി ധ്യാനം കൂടി രക്ഷപ്പെട്ടോണം. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും അപ്പനോട് ഒന്നും അച്ഛൻ കുഴപ്പമൊന്നും. ഇത് കാണുന്നത് വചനമുള്ളുണ്ടെങ്കിൽ അന്ന് ഒരുപാട് ചീറ്റ് ചെയ്യപ്പെടുന്ന കാലഘട്ടം. വിവാഹം നടക്കുമ്പോൾ എല്ലാം ചീറ്റ് ചെയ്യപ്പെടുന്നു. ആർക്കും ആരെയും അറിയത്തില്ല, ആർക്കും കൂടെ കിടക്കുന്നവരെ പോലും ആർക്കും അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരിലും ദൈവം വചനമില്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ബുദ്ധി ഭയങ്കര പണ്ടത്തൊക്കെ ഒന്നും വലിയ പ്രശ്നത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വലിയ തകർച്ചകളുണ്ടാകുന്നത് കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി കൊണ്ടാണ് അവരെല്ലാം പഠനങ്ങളും വലിയ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കും, വലിയ പരിപാടികൾക്ക് എല്ലാം ബുദ്ധികൾ. പക്ഷെ അതൊന്നും ഉള്ളിലുള്ളത് അറിയുന്നില്ല. ഉള്ളൊരു ദൈവത്തിന് മാത്രമേ എത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മൾ തരാം. അതാണ് ദൈവം വചനമുണ്ട്, അതാണ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ ഹൃദയം മനസ്സ് അറിയാൻ പറ്റുള്ളൂ. 2 കാര്യം പറഞ്ഞ ഹല്ലേലൂയ.